നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഇറാനിയൻ അംബാസഡറെ ഓസ്ട്രേലിയ പുറത്താക്കി. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനെ ഓസ്ട്രേലിയ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിക്കും. പസഫിക് ദ്വീപ് രാഷ്ട്രമായ മാർഷൽ ദ്വീപുകളിലെ ദേശീയ പാർലമെന്റ് മന്ദിരം തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. യു.എസിൽ ഇനി മുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഗ്രീൻ കാർഡ് വിസ ഉടമകളെ നാട് കടത്താനുള്ള കുറ്റകൃത്യമായി പരിഗണിക്കും. പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റീസ് ഫ്രം DUA ആക്ട് നിയമമാകുന്നതോടെ കുടിയേറ്റക്കാർ അടുത്ത ആശങ്കയിൽ. ഈ വർഷം തന്നെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ഉത്തര ദക്ഷിണ കൊറിയയിൽ തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള അവസാന മാർഗമെന്നും ട്രംപ്. വാർത്തകൾ വിശദമായി. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനെ ഓസ്ട്രേലിയ ഭീകര സംഘടനയായി നിരോധിക്കും. ചൊവ്വാഴ്ച ഇറാനിയൻ അംബാസഡറെ പുറത്താക്കിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ സർക്കാർ ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധതയുടെ തീജ്വാലകൾ ആളിക്കത്തിച്ചതായും കഴിഞ്ഞ വർഷം മെൽബൺ സിനഗോഗിലും സിഡ്നിയിലെ ഒരു ജൂത റെസ്റ്റോറന്റ് നടന്ന ആക്രമണങ്ങളിലെങ്കിൽ ഇറാന്റെ പങ്കുണ്ടെന്നും ഓസ്ട്രേലിയയുടെ ചാരമേധാവി മൈക്ക് ബർഗസ് പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ ജൂതവിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ടെഹ്റാന്റെ പങ്കുണ്ടെന്നും ഓസ്ട്രേലിയൻ സുരക്ഷാ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ മേധാവി ചൂണ്ടിക്കാട്ടി. പസഫിക് ദ്വീപ് രാഷ്ട്രമായ മാർഷൽ ദ്വീപുകളിലെ ദേശീയ പാർലമെന്റ് മന്ദിരം തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു തീപിടുത്തം. അഗ്നിശമന സേന രംഗത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പാർലമെന്റ് സമ്മേളനം നടന്നു വരികയായിരുന്നു. പുലർച്ചെയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പാർലമെന്റിന്റെ ചേംബർ, ഓഫീസുകൾ, ലൈബ്രറി എന്നിവയെല്ലാം കത്തിനശിച്ചതായി സ്ഥിരീകരിച്ചു. കെട്ടിടം ഇനി ഉപയോഗമില്ല. പാർലമെന്റ് എവിടെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതായും മാർഷൽ ദ്വീപുകളിലെ RNS പസഫിക്കിന്റെ ലേഖകൻ ഗിബ് ജോൺസൺ റിപ്പോർട്ട് ചെയ്തു. യു.എസിൽ ഇനി മുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഗ്രീൻ കാർഡ് വിസ ഉടമകളെ നാട് കടത്താനുള്ള കുറ്റകൃത്യമായി പരിഗണിക്കും. പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റീസ് ഫ്രം DUA ആക്ട് എന്ന യു.എസിലെ പുതിയ നിർദ്ദിഷ്ട ബിൽ പ്രകാരം ഇതും നാട് കടത്താനുള്ള അടുത്ത വകുപ്പാകും. വിശദമായ വാർത്ത US റൗണ്ടപ്പിൽ. വെള്ളിയാഴ്ച മുതൽ ലോകരാജ്യങ്ങൾക്ക് താരിഫ് വർധന നിലവിൽ വരുന്നതിന് മുന്നോടിയായി മിക്ക യൂറോപ്പ്, ഏഷ്യ അടക്കം രാജ്യങ്ങളും യു.എസിലേക്ക് തപാൽ അയക്കുന്നത് നിർത്തിവെച്ചു. വിശദമായ വാർത്ത US റൗണ്ടപ്പിൽ. അഭയാർത്ഥികളുടെ നിരസിക്കപ്പെട്ട അഭയ അപേക്ഷകൾക്കുമുള്ള അപ്പീൽ പ്രക്രിയ അതിവേഗത്തിലാക്കാനായി സ്വതന്ത്ര റിവ്യൂ പാനലടക്കം പുതിയ നടപടി രൂപീകരിക്കുമെന്ന് UK ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പർ. കാലതാമസം ഒഴിവാക്കാനായി അഭയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ പരിശോധിക്കുന്നത് ഒരു സ്വതന്ത്ര പാനലായിരിക്കും. വിശദ വാർത്ത UK യൂറോപ്പ് റൗണ്ടപ്പിൽ. ഇനി USA കാനഡ വാർത്തയിലേക്ക്. പ്രധാന വാർത്തകളിലേക്ക്. യു.എസിൽ ഇനി മുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഗ്രീൻ കാർഡ് വിസ ഉടമകളെ നാട് കടത്താനുള്ള പ്രധാന കുറ്റകൃത്യമായി പരിഗണിച്ചേക്കും. അത്തരക്കാർക്ക് നേരത്തെ ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റീസ് ഫ്രം DUA ആക്ട് എന്ന യു.എസിലെ പുതിയ ട്രംപിന്റെ നിർദ്ദിഷ്ട ബിൽ പ്രകാരം നാട് കടത്തൽ ശിക്ഷയ്ക്കുള്ള മറ്റൊരു വകുപ്പാകും. US കോൺഗ്രസ് ഇക്കഴിഞ്ഞ ജൂണിലാണ് ബിൽ പാസാക്കിയത്. വൈറ്റ് ഹൗസിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഈ ബിൽ സെനറ്റ് ഇപ്പോൾ അവലോകനം ചെയ്യുകയാണ്. വൈറ്റ് ഹൗസ് പിന്തുണയ്ക്കുന്ന ബിൽ അംഗീകരിക്കപ്പെട്ടാൽ കുറ്റകൃത്യത്തിന്റെ തീയതി പോലും പരിഗണിക്കാതെ ഒരു DUA പോയിന്റ് പോലുമുള്ള പൗരന്മാരില്ലാത്തവരെ നാട് കടത്താനോ പ്രവേശനം നിഷേധിക്കാനോ അധികൃതർക്കാവും. ഇന്ത്യൻ ഗ്രീൻ കാർഡിലും വിസ ഉടമകളിലും സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഈ നടപടിയെക്കുറിച്ച് കുടിയേറ്റക്കാർ ഏറെ ആശങ്കയിലാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതായി കുറ്റക്കാരനെ കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഒരാൾ കുറ്റക്കാരനാണ് സമ്മതിക്കുന്ന കേസുകൾ ഉൾക്കൊള്ളുന്ന ബില്ലിന് നിയമപരമായ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്ത് നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഘട്ടം ഘട്ടമായി പുറത്താക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണത്തോടൊപ്പമാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. പോസ്റ്റൽ ഉരുപ്പടിയില്ലാത്ത അമേരിക്ക. പോസ്റ്റൽ ഉരുപ്പടികളെത്താത്ത ലോകത്തെ ഏക രാജ്യമായി അമേരിക്ക മാറുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ ഇതിനോടകം നിർത്തിവെച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി കത്തിടപാടുകളും സാധനങ്ങളും സമ്മാനങ്ങളും ഒക്കെ അയക്കുന്നവർ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നിരക്കുകളും അറിഞ്ഞിരിക്കേണ്ടി വരും. അത് പ്രകാരമാകും നിങ്ങളുടെ രാജ്യത്ത് നിന്നും US-ലേക്കുള്ള ഇനിയുള്ള പോസ്റ്റൽ നിരക്കുകൾ. അമേരിക്കയിലേക്ക് ഇനി ആരും തപാൽ അയച്ചൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. അവിടുത്തെ പോസ്റ്റൽ സർവീസ് എല്ലാം നിർത്തലാക്കുകയാണ്. അമേരിക്ക നിർത്തുന്നതല്ല, ട്രംപ് താരിഫ് കൂട്ടി. മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി സാധനങ്ങൾ അയക്കുന്ന, തപാൽ ഉരുപ്പടികൾ അയക്കുന്നത് നിർത്തി. പോസ്റ്റൽ ഉരുപ്പടികൾ എത്താത്ത ലോകത്തെ ഏക രാജ്യമായി അങ്ങനെ അമേരിക്ക മാറുകയാണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും US-ലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കയിലേക്ക് പോസ്റ്റ് വഴി കത്തിടപാടുകളും സാധനങ്ങളും അയക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്കുകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും, കാണാപ്പാഠം പഠിക്കേണ്ടി വരും. അത് പ്രകാരമാകും നിങ്ങളുടെ രാജ്യത്തെ പോസ്റ്റൽ സർവീസിൽ നിന്നും US-ലേക്കുള്ള പോസ്റ്റൽ നിരക്ക്.
ആ തുക കിട്ടുന്നത് നിങ്ങളുടെ രാജ്യത്തിനുമല്ല, ട്രംപിനാണ്. എന്തായാലും US-ലേക്കുള്ള പാക്കേജുകൾ മെയിൽ ചെയ്യുന്ന ചിലവ് കുതിച്ചുയരാൻ പോവുകയാണ്. വിവിധ രാജ്യങ്ങളുടെ തപാൽ സേവനങ്ങൾ ഈ വർദ്ധിച്ച ചിലവ് വഹിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കുകയോ വേണ്ടിവരും. $800 താഴെയുള്ള പാക്കേജുകൾക്കുള്ള ഇളവ് ഡൊണാൾഡ് ട്രംപ് തന്റെ സവിശേഷമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ജൂലൈയിൽ പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള പോസ്റ്റൽ സേവനങ്ങൾ അമേരിക്കയിലേക്ക് മെയിലുകൾ അയക്കുന്നത് ആദ്യം ഒന്ന് കുറച്ചു, പിന്നെ നിർത്തിവെച്ചു. തിങ്കളാഴ്ചയായിരുന്നു വിവിധ ഏഷ്യൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള US-ലേക്കുള്ള അത്യാവശ്യം പോസ്റ്റൽ ഉരുപ്പടികൾ അവസാനമായി കൈകാര്യം ചെയ്ത ദിവസം. ട്രംപിന്റെ അടുത്ത ദൗത്യം കൊറിയൻ തമ്മിലടി തീർക്കുക. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ഉക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഉത്തര കൊറിയയെ ആണവ നയതന്ത്ര ചർച്ചകളിൽ കുരുക്കിയിടാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം. തന്റെ ആദ്യ പ്രസിഡന്റ് ടൈമിലെ പരാജയപ്പെട്ട ആണവ നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ വർഷം തന്നെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ താൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഭാവിയിൽ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ദക്ഷിണ കൊറിയയിലെ US സൈനിക താവളത്തിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നടപടി ദക്ഷിണ കൊറിയയുടെയും പ്രതിഷേധം വിളിച്ചു വരുത്തുകയാണ്. കിം ജോങ് ഉൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നാണ് ട്രംപിന്റെ വാദം. ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിച്ച് ട്രംപ് പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി US പ്രസിഡന്റ് മാത്രമാണെന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെങ് മിങ് പറയുന്നത്. മോർഗേജ് തട്ടിപ്പ് ആരോപണത്തിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കാത്തിരുന്ന ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിനെ ഉടൻ പ്രാബല്യത്തിൽ വരുത്തി തൽസ്ഥലത്ത് നീക്കം ചെയ്തതായി ഡൊണാൾഡ് ട്രംപ്. ഇത് ചൂണ്ടിക്കാട്ടി ലിസ കുക്കിന് ട്രംപ് കത്തയക്കുകയും ചെയ്തു. തന്റെ പ്രാഥമിക വസതി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് രണ്ടാമത്തെ വസതിക്ക് മോർഗേജ് ലോൺ തരപ്പെടുത്തിയെടുത്തു എന്നായിരുന്നു ലിസ കുക്കിനെതിരെ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായി നൽകിയ ആരോപണം. തിങ്കളാഴ്ച രാത്രി ട്രംപ് ഈ കത്തിന്റെ പൂർണ്ണരൂപം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ലിസ കുക്കിനെ ഗവർണർ സ്ഥാനത്ത് നീക്കാൻ അവർക്കെതിരെയുള്ള ആരോപണത്തിൽ മതിയായ കാരണം താൻ കണ്ടെത്തിയതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പ്രസിഡന്റ് ഇഷ്ടാനുസരണം സേവിക്കാത്ത അംഗങ്ങൾ എന്ന കാരണം ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഏജൻസിയായ US സെൻട്രൽ ബാങ്കിന്റെ ഗവർണർമാരെ ഒരു കാരണവുമില്ലാതെ പുറത്താക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് സുപ്രീം കോടതി വിധിച്ചത്. ഇതിനെതിരായാണ് ട്രംപിന്റെ നീക്കങ്ങൾ. US-ൽ ദേശീയ പതാക കത്തിച്ചാൽ കുറ്റക്കാർക്ക് തടവ്. പ്രതിഷേധത്തിനിടെ അമേരിക്കൻ പതാകകൾ കത്തിക്കുന്ന വ്യക്തികൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താൻ ഫെഡറൽ എക്സിക്യൂട്ടീവുമാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നിലവിൽ US-ൽ ദേശീയ പതാകകൾ കത്തിച്ച കേസുകൾ പരിശോധിച്ച് സമാധാനം തകർക്കുക, പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുക തുടങ്ങിയ മറ്റു കുറ്റകൃത്യങ്ങൾക്കും അവർക്കെതിരെ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ തിങ്കളാഴ്ചത്തെ ഉത്തരവ് US അറ്റോർണി ജനറൽ പാബ് ബോണ്ടിയോട് ആവശ്യപ്പെട്ടു. 1989-ലെ ടെക്സസ് വേഴ്സസ് ജോൺസൺ കേസിൽ പതാക കത്തിക്കൽ നിയമങ്ങൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ശ്രമമാണ് ട്രംപിന്റേത്. അന്നത്തെ ഒന്നാം ഭേദഗതി പ്രകാരം പതാക നശിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രകടനങ്ങളുടെ അവകാശമാണെന്ന് കോടതി വിധിച്ചിരുന്നു. ആ കോടതി വിധി 48 സംസ്ഥാനങ്ങളിലെ പതാക കത്തിക്കൽ നിയമങ്ങൾ റദ്ദാക്കുകയും ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായി ദേശീയ പതാക കത്തിക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മനുഷ്യനെ തിന്നുന്ന പരാതം അമേരിക്കയിലുമെത്തി. മുറിവിലൂടെ ശരീരത്തിലെത്തും. മാംസം തുളച്ച് മുന്നേറും. ഹോളിവുഡ് സിനിമകളിൽ ഇത്തരത്തിൽ ഏറെ രംഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത്തരമൊരു മാംസം തീനി ഉണ്ടെന്ന് US-ൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതും മനുഷ്യനെ പടിപടിയായി തിന്നുകൊല്ലുന്ന സ്ക്രൂവേം. അമേരിക്കയിൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ ആദ്യമായി മാംസം ഭക്ഷിക്കുന്ന സ്ക്രൂവേം പരാതബാധ ഒരു മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. മേരിലാൻഡിലാണ് ഈ പരാതബാധ സ്ഥിരീകരിച്ചത്. എൽ സൽവഡോറിൽ നിന്നും അടുത്തിടെ മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് മാംസം ഭക്ഷിക്കുന്ന പരാതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് ഈ പരാതബാധ സ്ഥിരീകരിച്ചത്. സ്ക്രൂവേം യഥാർത്ഥത്തിൽ ഒരു പുഴുവല്ല, മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവേം എന്ന ഈച്ചയാണ്. ഇതിന്റെ ലാർവകൾ ജീവജാലങ്ങളുടെയും അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്നുണ്ട്. തുറന്ന മുറിവുകളിലൂടെയാണ് ഇവ ശരീരത്തിനുള്ളിലെത്തുന്നത്. പരാതബാധിതനായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ CDC പുറത്തുവിട്ടിട്ടില്ല. മൃഗങ്ങളിൽ പരാതബാധ ഉണ്ടാകുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷം അമേരിക്കയിൽ ഉണ്ടാക്കുമെന്നാണ് സൂചന. കന്നുകാലി വളർത്തലിന് ഏറെ പ്രത്യാഘാതമുണ്ടാക്കും. ഇറച്ചി വിൽപ്പനക്കാർക്കും കന്നുകാലി വളർത്തുകാർക്കും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്തെ കന്നുകാലി വളർത്തലിന്റെ കേന്ദ്രമായ ടെക്സസിൽ മാത്രം $1.8 ബില്യൺ നഷ്ടമുണ്ടാകും ഇതിലൂടെ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ബാൾട്ടിമോർ ഹാസ്യനടൻ റെജിന ഡ്രഗിക്ക് ആദരാഞ്ജലി. വടക്കൻ മിസിസിപ്പിയിൽ വെച്ച് വെടിയേറ്റ ബാൾട്ടിമോർ ഹാസ്യനടൻ റെജിന ഡ്രഗി കരോൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഓഗസ്റ്റ് 20-ന് മിസിസിപ്പിയിലെ ബാട്ടൺ ലൈനിൽ നടന്ന വെടിവയ്പ്പിൽ നേടുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഗുരുതരമായി വെടിയേറ്റത്. ടെന്നസിയിലെ
മെംസിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കിയെങ്കിലും മരണമടയുകയായിരുന്നെന്ന് സൗത്താമിലെ പോലീസ് പറഞ്ഞു. കരോളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രാനൽ മാർക്കിസ് വില്യംസ് ഇന്നലെ അറസ്റ്റ് ചെയ്തതായും ജയിലടച്ചതായും പോലീസ് അറിയിച്ചു. ChatGPT ചതിച്ചു, US-ൽ വയോധികന് മാനസിക നില തെറ്റി. നിർദ്ദിഷ്ട ഭക്ഷണം പൂച്ചയ്ക്കുള്ളതായിപ്പോയി. ഇതിൽ നിന്നും വിഷബാധയേറ്റ് മാനസിക നില തകരാറിലായി വാഷിംഗ്ടണിലെ ഒരു 60-കാരൻ. ഒടുവിൽ മാനസിക നില തകരാറിലായ ആ വയോധികനെ രക്ഷിച്ചത് ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ അയൽവാസി ജയിലിലായി പോയനെ. അയൽവാസി വിഷം നൽകിയെന്ന് ആരോപിച്ചാണ് 60-കാരൻ വാഷിംഗ്ടണിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഉപ്പിന് പകരമായി സോഡിയം ബ്രോമൈഡ് നിരന്തരം ഉപയോഗിച്ചതാണ് ഈ 60-കാരന്റെ മാനസിക നില തകരാറിലാക്കിയത്. ഡോക്ടർമാരുടെയോ ന്യൂട്രീഷൻ വിദഗ്ധരുടെയോ സഹായമില്ലാതെ ChatGPT വഴിയായിരുന്നു അദ്ദേഹം ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. അയൽവാസി കൊല്ലാൻ വന്നുവെന്ന് ആരോപിച്ച് അത്യാഹിത വിഭാഗത്തിൽ ബഹളം വെച്ച വയോധികനെ പാടുപെട്ടാണ് നിയന്ത്രിച്ചത്. ChatGPT-യുടെ സഹായത്തോടെ സ്വന്തമായി ജലം ശുദ്ധീകരിച്ചായിരുന്നു വയോധികൻ ഉപയോഗിച്ചിരുന്നത്. രക്തത്തിൽ ബ്രോമൈഡിന്റെ സാന്നിധ്യം ഏറെ കണ്ടതോടെ ശരീരത്തിലും വിഷമെത്തിയെന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായി. ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമത്തിന്റെ ഭാഗമായി സോഡിയം ക്ലോറൈഡിന് പകരം വയോധികൻ ഉപയോഗിച്ചിരുന്നത് ദിവസങ്ങൾ നീണ്ട പരീക്ഷണത്തിലൂടെ ബ്രോമൈഡ് ആണെന്നും കണ്ടെത്തി. നായകൾക്കും പൂച്ചകൾക്കും മരുന്ന് രൂപത്തിലാണ് ബ്രോമൈഡ് നൽകാറുള്ളത്. നേരത്തെ ChatGPT-യുടെ 5 വെർഷൻ അവതരിപ്പിച്ച സമയത്ത് വിവരങ്ങൾ അറിയാനുള്ള പ്രാഥമിക ഇടമായി അതിനെ ആശ്രയിക്കരുതെന്ന് ChatGPT തലവനും വൈസ് പ്രസിഡന്റുമായ നിക് ടർലി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കവർച്ചയ്ക്കെത്തി വീട്ടുടമസ്ഥരെ വെടിയേറ്റ് 2 പേർ കൊല്ലപ്പെട്ടു. തെക്ക് കിഴക്കൻ ഹൂസ്റ്റണിൽ നടന്ന വീട്ടു കവർച്ചാ ശ്രമത്തിൽ 2 കച്ചവടക്കാർ വീട്ടുടമസ്ഥരെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരെന്ന് വേഷം ധരിച്ചെത്തിയ സംഘമാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത്. വെടിവയ്പിൽ വീട്ടുടമസ്ഥർക്ക് പരിക്കില്ല. ഹൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ ബെർണോളിന്റെ 4800 ബ്ലോക്കിലാണ് ഈ സംഭവം. അറസ്റ്റ് വാറണ്ട് എന്ന് പറഞ്ഞ് 2 പേർ വീട്ടിലെത്തുകയായിരുന്നു. അവർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും സ്കീ മാസ്കും ബാഡ്ജും ധരിച്ചിരുന്നു. വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതോടെ വീട്ടുടമസ്ഥർ തിരികെ വെടിവെച്ചു. ആക്രമണത്തിൽ 2 പ്രതികളും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോസ്റ്റയെ കൈവിടാൻ കൊക്കക്കോള. ലോകത്തെ ഏറ്റവും വലിയ ശീതളപാനീയ കമ്പനിയായ കൊക്കക്കോള തങ്ങളുടെ ബ്രിട്ടീഷ് കോഫി ശൃംഖലയായ കോസ്റ്റയെ വിൽക്കാൻ ഒരുങ്ങുന്ന റിപ്പോർട്ട്. $5 ബില്യൺ അധികം മുടക്കി 2018-ൽ കൊക്കക്കോള സ്വന്തമാക്കിയ കോസ്റ്റയെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയ റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ ഫുഡ് കമ്പനികൾ ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് US ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയർ പ്രഖ്യാപിച്ച മേക്ക് അമേരിക്ക ഹെൽത്തി അഗൈൻ ക്യാമ്പയിൻ കൊക്കക്കോളയുടെ ഈ നീക്കത്തിന് പിന്നിലെ പ്രചോദനമാണെന്ന് കരുതുന്നു. ഇതിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൊക്കക്കോളയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ US-ൽ കരിമ്പ് പഞ്ചസാര മാത്രം കൊക്കക്കോള ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുമെന്നും ധാരണയെത്തിയിരുന്നു. ലോകത്തെ 50 രാജ്യങ്ങളിൽ കോസ്റ്റ കോഫിക്ക് സാന്നിധ്യമുണ്ട്. ബ്രിട്ടനിലെ മെർലൻഡുമായി 2700-ലധികം ശാഖകളും ലോകമെമ്പാടുമായി 1300-ലധികം ശാഖകളും കോസ്റ്റയ്ക്കുണ്ട്. ആരോഗ്യപരമായ പാനീയങ്ങളുടെ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്റ്റാർബക്സ്, നെസ്ലെ തുടങ്ങിയ ഭീമന്മാരുമായി മത്സരിക്കാനും ലക്ഷ്യമിട്ടാണ് 6 വർഷം മുമ്പ് കൊക്കക്കോള കോസ്റ്റയെ ഏറ്റെടുത്തത്. US അതിർത്തിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനയിൽ വർധനവുണ്ടായ റിപ്പോർട്ട്. യാത്രക്കാരുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ US കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് വർദ്ധിച്ചു. 2025 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 14,899 ഉപകരണങ്ങളാണ് ഇങ്ങനെ പരിശോധിച്ചത്. 2018 ശേഷമുള്ള ഏറ്റവും വലിയ വർധനവ്. ഈ കാലയളവിൽ ഇരട്ടിയോളം വർധനവുണ്ടായെന്നാണ് കണക്കുകൾ. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വെബ്സൈറ്റ് പറയുന്ന പ്രകാരം 400 ദശലക്ഷം യാത്രക്കാരിൽ 0.01% പേരുടെ ഉപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിൽ 78% പേരും അമേരിക്കൻ പൗരന്മാരല്ല. പരിശോധനകൾ ഭീകരവാദം, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് CBPയുടെ വാദം. ഇനി യൂറോപ്പ് വാർത്തകളിലേക്ക്. US-ലേക്ക് തൽക്കാലം ഇന്ത്യക്കൊപ്പം യൂറോപ്പും തപാലുകൾ അയക്കില്ല. യൂറോപ്പിൽ നിന്നും US-ലേക്കുള്ള തപാൽ സർവീസുകൾ സ്തംഭിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഇറക്കുമതി താരിഫുകളുടെ ആഘാതത്തെ ചൂണ്ടിക്കാട്ടി യൂറോപ്പിൽ ഉടനീളമുള്ള തപാൽ സേവനങ്ങൾ US-ലേക്കുള്ള മിക്ക പാഴ്സൽ കയറ്റുമതികളും നിർത്തിവച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ലാ പോസ്റ്റ, ജർമ്മനിയുടെ ഡച്ച് പോസ്റ്റ്, സ്പെയിനിന്റെ കൊറിയോസ് പോസ്റ്റ്, ഇറ്റാലിയൻ, ബെൽജിയൻ, സ്വീഡിഷ്, ഡാനിയൽ തപാൽ സേവനങ്ങൾ ഇവയെല്ലാം വാരാന്ത്യത്തിൽ തിങ്കളാഴ്ച മുതൽ US-ലേക്കുള്ള ഭൂരിഭാഗം ഷിപ്മെന്റുകളും നിർത്തിവെച്ചു. ഓഗസ്റ്റ് അവസാനം താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത പാക്കേജുകൾക്ക് US-ൽ എത്താൻ മതിയായ സമയം നൽകുന്നതിനായി ചൊവ്വാഴ്ച മുതൽ ഇനിയുള്ള പാക്കേജുകൾ സ്വീകരിക്കുന്നത് നിർത്തുമെന്ന് ഓസ്ട്രിയയുടെ ഓസ്കറിച്ച് പോസ്റ്റും US-ന്റെ റോയൽ മെയിലും അറിയിച്ചിട്ടുണ്ട്. ഭാരം കുറയ്ക്കാൻ 20 യാത്രക്കാരെ തിരിച്ചിറക്കി ബ്രിട്ടീഷ് എയർവേസ് മാതൃകയായി. മെറ്റ് ഓഫീസ് അധിക ചൂടിന് മുന്നറിയിപ്പ് നൽകിയതിനാൽ ബ്രിട്ടീഷ് എയർവേസിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ 2 വട്ടമെങ്കിലും യാത്രയെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. ഒപ്പം സ്വന്തം ശരീരഭാരം എത്രയെന്നതിന്റെ ലേറ്റസ്റ്റ് വിവരങ്ങളും ടേക്ക് ഓഫിന് മുമ്പ് അവർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നും പിടിച്ച് പുറത്താക്കും.
അമിതമായ ചൂടിൽ വിമാനത്തിന്റെ ഭാരം വർദ്ധിച്ചതിനെ തുടർന്ന് സന്തുലനം പാലിക്കാൻ 20 യാത്രക്കാരെയാണ് ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ഫ്ലോറൻസിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ നിന്നായിരുന്നു 20 യാത്രക്കാരെ നിർബന്ധിച്ച് താഴെ ഇറക്കിയത്. യാത്രക്കാരെ ഇറക്കി വിമാനത്തിന്റെ ഭാരം മൊത്തം കുറച്ചാൽ അധിക ഇന്ധനം നിറയ്ക്കാനാകും എന്നതിനാലായിരുന്നു ഈ പ്രവൃത്തി. 35 ഡിഗ്രി സെൽഷ്യസിൽ താപനില എത്തിയതോടെ ബ്രിട്ടീഷ് എയർവേസിന്റെ എംബ്രയർ ERJ190 വിമാനത്തിന് അതിന്റെ നിശ്ചിത ഉയരം കൈവരിക്കുന്നതിന് അധിക ഇന്ധനം ആവശ്യമായിരുന്നു. ഈ മാസം ആദ്യമാണ് ഇംഗ്ലണ്ടിനെ മൊത്തത്തിൽ നാണിക്കുന്ന ഈ സംഭവം നടന്നത്. ഇതിനു മുമ്പും പല വിമാനങ്ങളും സമാനമായ സാഹചര്യം അഭിമുഖീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ബ്രിട്ടീഷ് എയർവേസ് ക്ഷമാപണം നടത്തി തടിയൂരിയിട്ടുണ്ട്. കുട്ടികൾ വോട്ട് ചെയ്യട്ടെ, അധ്യാപകർ രാഷ്ട്രീയം പറയേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 11ാം വയസ്സ് മുതൽ കുട്ടികളെ ജനാധിപത്യ പഠനങ്ങൾ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് UK ഇലക്ടറൽ കമ്മീഷണർ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ കുട്ടികളെ 16ാം വയസ്സിൽ വോട്ടെടുപ്പിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്നതിന് ക്ലാസ് മുറിയിൽ തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയം ഉപയോഗിക്കാൻ അധ്യാപകരോട് സ്കൂളുകൾ ആവശ്യപ്പെടണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതിന് സ്കൂളുകൾക്ക് നൽകേണ്ട മെറ്റീരിയലുകൾ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ 16 വയസ്സിൽ വോട്ടെടുപ്പിന് തയ്യാറാക്കുന്നതിന് വേണ്ടി 14 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുക. എങ്കിലും 16ഉം 17ഉം വയസ്സിൽ വോട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്കുള്ള പരിശീലനം 11ാം വയസ്സിൽ ആരംഭിക്കണമെന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. മുട്ടയും ബട്ടറും പൊള്ളി തുടങ്ങി. UK-യിലുടനീളം മുട്ട, ബട്ടർ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതായി ഏറ്റവും പുതിയ കണക്കുകൾ. 18 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വേഗതയിൽ ഈ മാസം ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം 4.2% ഉയർന്നതായും 2024 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണിതെന്നും ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം ചൂണ്ടിക്കാട്ടുന്നു. അവശ്യ സാധനങ്ങളുടെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഭയാർത്ഥികളുടെ അപ്പീലുകൾക്ക് സ്വതന്ത്ര റിവ്യൂ പാനൽ വരുന്നു. ജർമ്മനി അഭയാർത്ഥി പ്രശ്നത്തിൽ കൈക്കൊണ്ട കർശന നിലപാടുകൾ UK ലേബർ സർക്കാരിന് പാഠമായി തുടങ്ങി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വംശീയ കുടിയേറ്റ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ സ്റ്റാമർ സർക്കാർ നിരത്തിൽ ഇറങ്ങി തുടങ്ങി. അഭയാർത്ഥികളുടെ നിരസിക്കപ്പെട്ട അഭയാപേക്ഷകൾക്ക് മേലുള്ള അപ്പീൽ പ്രക്രിയ അതിവേഗത്തിലാക്കുന്നതിനായി സ്വതന്ത്ര റിവ്യൂ പാനൽ അടക്കം പുതിയ നടപടികൾ രൂപീകരിക്കുകയാണെന്ന് UK ഹോം സെക്രട്ടറി യവറ്റ് കൂപ്പർ അറിയിച്ചു. നിലവിൽ ഇത്തരത്തിലുള്ള അപ്പീലുകൾ തീരുമാനമെടുക്കുന്നതിന് ശരാശരി 1 വർഷത്തിലേറെ സമയമെടുക്കുന്നുണ്ട്. ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് അഭയാപേക്ഷകളുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ അത് മാത്രമാകും പാനൽ പരിശോധിക്കാൻ സർക്കാർ അനുമതി നൽകുക. അതിനായാണ് സ്വതന്ത്ര പാനൽ. ജഡ്ജിമാരെ ആശ്രയിക്കുന്നതിന് പകരം പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച അഡ്ജുഡിക്കേറ്റർമാരുടെ സേവനമാകും സ്വതന്ത്ര പാനലിനെ ഉപയോഗിക്കുക. നിരസിക്കപ്പെട്ട അഭയാപേക്ഷകൾക്ക് മേലുള്ള അപ്പീലുകൾ തീർപ്പാക്കാൻ ഏറെ സമയം എടുക്കുന്നത് അർഹതയില്ലാത്തവർക്ക് കൂടുതൽ കാലം ബ്രിട്ടനിൽ തങ്ങാൻ അവസരമൊരുക്കുമെന്നും ഹോം സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും നിലവിൽ ഏകദേശം 51,000 അപ്പീലുകളാണ് തീർപ്പ് കാത്ത് കിടക്കുന്നതെന്നും സർക്കാരിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കും. നീക്കാപ്പ് ബാൻഡിന് വിനയായി പതാക വീശൽ. ലണ്ടനിൽ നടന്ന സംഗീത പരിപാടിക്കിടെ ഹിസ്ബുള്ള പതാക പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ UK കോടതി വിചാരണയിൽ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒക്ടോബറിൽ നിശ്ചയിച്ചിരുന്ന US ടൂർ പരിപാടി ഐറിഷ് ഹിപ്പ് ഹോപ്പ് ബാൻഡായ നീക്കാപ്പ് റദ്ദാക്കി. മോച്ചാര എന്ന സ്റ്റേജ് നാമത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന ബാൻഡ് അംഗം ലിയാം ഓ ഹനീദിനെതിരെ ഹിസ്ബുള്ളയെ പിന്തുണച്ച് അവിടെ പതാക പ്രദർശിപ്പിച്ച കേസിൽ മെയ് മാസത്തിലാണ് UK തീവ്രവാദ നിയമം ചുമത്തിയത്. എന്നാൽ ബെൽഫാസ്റ്റിൽ നിന്നുള്ള ഇയാൾ കുറ്റം നിഷേധിച്ചു. ഓ ഹനീദിന്റെ അടുത്ത കോടതി വാദം സെപ്റ്റംബർ 26-നാണ്. ആ സമയത്ത് ഹനീദ് വിചാരണ നേരിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചീഫ് മജിസ്ട്രേറ്റ് തീരുമാനിക്കും. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ പോളണ്ട് പ്രസിഡന്റ്. പോളണ്ടിലെ ഉക്രൈനിയൻ അഭയാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ദീർഘിപ്പിക്കാനുള്ള സെപ്റ്റംബറിൽ കാലഹരണപ്പെടാൻ പോകുന്ന നിലവിലെ പേയ്മെന്റ് സമ്പ്രദായം 2026 മാർച്ച് വരെ നീട്ടുന്ന ബിൽ നിയമനിർമ്മാണത്തെ പോളണ്ട് പ്രസിഡന്റ് നേരിട്ട് വീറ്റോ ചെയ്തു. പോളണ്ടുകാർക്കിടയിൽ ഉക്രൈനിയൻ വിരുദ്ധ വികാരം സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഭയാർത്ഥികൾക്കുള്ള ക്ഷേമ പേയ്മെന്റുകൾ കർശനമാക്കുമെന്ന പ്രചരണ വാഗ്ദാനം പാലിക്കാൻ പോളണ്ട് പ്രധാനമന്ത്രി കരോൾ നവ്രോക്കി രംഗത്തിറങ്ങിയത്. 2022 മുതൽ ഏകദേശം 1 ദശലക്ഷം അഭയാർത്ഥികൾ പോളണ്ടിൽ സ്ഥിരതാമസമാക്കിയതാണ് കണക്കുകൾ. ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ മാസം അധികാരമേറ്റ കരോൾ നവ്രോക്കി രാജ്യത്ത് ജോലി ചെയ്യുന്ന ഉക്രൈനക്കാർക്ക് മാത്രമേ ഇനി ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റുകൾ നൽകാവൂ എന്ന് ഉത്തരവിറക്കിയിരുന്നു. ഉക്രൈനിയൻ പൗരന്മാർക്ക് സഹായം തുടരുമെന്നും എന്നാൽ 3.5 വർഷത്തിന് ശേഷം ഈ നിയമം ഭേദഗതി ചെയ്യുമെന്നും നവ്രോക്കി പറഞ്ഞു. വംശീയ വെറി വീണ്ടും ഇന്ത്യൻ റെസ്റ്റോറന്റിന് തീയിട്ടു. വെള്ളിയാഴ്ച രാത്രി കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡ് ഗ്രാൻഡ് ഹിൽസിലുള്ള ഇന്ത്യൻ അരോമ എന്ന റെസ്റ്റോറന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 15-കാരനായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെയും ഒരു 54-കാരനെയും അറസ്റ്റ് ചെയ്തു. തീയിട്ടത് ഇവരാണെന്ന സംശയത്തിലാണ് പോലീസ് അറസ്റ്റ്. 3 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കും സംഭവത്തിൽ പൊള്ളലേറ്റിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ 3 പേരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്.
സംഭവ സ്ഥലത്ത് വെച്ച് ചികിത്സ നൽകിയ 5 പേർക്ക് പുറമെ മറ്റ് 2 പേർ കൂടി പൊള്ളലേറ്റതാണ് വിവരം. ജീവൻ അപകടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അഗ്നിബാധ ഉണ്ടാക്കിയതിനാണ് 15-കാരനെതിരെയും 54-കാരനെതിരെയും പേരിൽ കേസെടുത്തിരിക്കുന്നത്. മുഖംമൂടി അണിഞ്ഞ ഒരു സംഘം റെസ്റ്റോറന്റിനകത്തേക്ക് കടക്കുന്നതിന്റെയും ദ്രാവകം ഒഴിച്ച് തീയിടുന്നതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. കാർഡിഫിലെ ഏഷ്യക്കാർ ആശങ്കയിൽ. കഴിഞ്ഞ ദിവസം കാർഡിഫിൽ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ശ്രീലങ്കൻ യുവതി നിരോധ കൽപ്പാനിയാണെന്ന് പോലീസ് കണ്ടെത്തി. ദീർഘകാലം സുഹൃത്തുക്കൾ ആയിരുന്നവരാണ് കൊല്ലപ്പെട്ട നിരോധനയും കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിലായ തിസാര എന്ന യുവാവ്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അപകട വിവരം അറിഞ്ഞുടൻ പോലീസും ജീവൻ രക്ഷാ സംഘവും സ്ഥലത്തെത്തിയെങ്കിലും യുവതിയുടെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. കസ്റ്റഡിയിലായ ശ്രീലങ്കൻ യുവാവിനെ ശനിയാഴ്ച പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഒരിക്കൽ കൂടി കോടതിയിലെത്തി. അനേകം ശ്രീലങ്കൻ വംശജർ താമസിക്കുന്ന കാർഡിഫിൽ തെരുവ് മധ്യത്തിൽ നടന്ന കൊലപാതകം ഏഷ്യൻ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഓണം ആഘോഷിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനൈസ്. UK വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനൈസ്. ലണ്ടനിൽ ജീവിക്കുന്നവരും UK തലസ്ഥാനത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയവരും ഒരുക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഓണാഘോഷം ഇത്തവണയും മധുരമുള്ളതായി. വെംബ്ലി സബ്ബറി ഹാളിൽ നടന്ന ആവേശകരമായ ആഘോഷത്തിൽ ഷെഫ് ഫെബിന്റെയും തോമസ് ജോഡി നേതൃത്വത്തിൽ ഒരുക്കിയ 26 കൂട്ട ഓണസദ്യയും ശ്രദ്ധേയമായി. ഒപ്പം മികവുറ്റ പ്രൊഫഷണൽ കലാപരിപാടിയും അരങ്ങേറി. അരുൺ കൊച്ചുപുരയ്ക്കൽ, ഷിനോ ജോർജ്, മെൽജോ തോമസ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഘാടനം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി വിദേശ മലയാളികളും. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യ സമര പോരാട്ടത്തിൽ പ്രവാസികളും പങ്കാളികളായി വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായി മഹാത്മാഗാന്ധി തോട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ KK മോഹൻദാസ് അറിയിച്ചു. ലണ്ടനിൽ മഹാത്മാഗാന്ധി തോട്ട്സ് ഫൗണ്ടേഷൻ UK ആഭിമുഖ്യത്തിൽ സംഘടനയുടെ വൈസ് ചെയർമാൻ അൽസഹാർ അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ജനാധിപത്യ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ തിരിമറികളെന്നും ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമെന്നും KK മോഹൻദാസ് പറഞ്ഞു. കൃത്യമായ വോട്ടർ പട്ടിക ഉപയോഗിച്ച് മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ പോലും അട്ടിമറിച്ചതായും BJP സർക്കാർ രാജ്യത്തിന് കളങ്കം വരുത്തിയതായും KK മോഹൻദാസ് ആരോപിച്ചു. കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ സൂര്യകാലടി മഹാഗണപതി ഹോമം. UK കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 27 ബുധനാഴ്ച വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യമായി സൂര്യകാലടി മഹാഗണപതി ഹോമം നടത്തും. രാവിലെ 8 മുതൽ 12 വരെ നടത്തുന്ന ഹോമത്തിന്റെ മുഖ്യ കാർമ്മികൻ തന്ത്രമുഖ്യൻ സൂര്യകാലടി മന ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടായിരിക്കും. ഇതിനൊപ്പം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടാകും. ONV കുറുപ്പിന്റെ കാവ്യങ്ങൾ ആലപിക്കാൻ മലയാളം മിഷൻ UK ചാപ്റ്റർ. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി ആഗോള കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് മലയാളം മിഷൻ UK ചാപ്റ്ററിലെ വിദ്യാർത്ഥികൾ. സെപ്റ്റംബർ 20 മുമ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കാവ്യാലാപനത്തിന്റെ വീഡിയോ അയച്ചു കൊടുക്കണം. ഈ വർഷം സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ONV കുറിപ്പ് രചിച്ച കവിതകളെ ആസ്പദമാക്കിയാകും കാവ്യാലാപന മത്സരം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ സബ് ജൂനിയർ വിഭാഗത്തിലും 10 മുതൽ 16 വയസ്സ് വരെ ജൂനിയർ വിഭാഗത്തിലും 16 മുതൽ 20 വരെ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ. രണ്ടാം ഘട്ട ഓൺലൈൻ മത്സരത്തിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരാണ് മൂന്നാം ഘട്ടമായ ഗ്രാൻഡ് ഫിനാലിൽ മത്സരിക്കുക. രണ്ടാം ഘട്ട മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിന്റെ മേൽനോട്ടം പൂർണ്ണമായും കേരളത്തിലെ മലയാളം മിഷൻ കേന്ദ്ര ഓഫീസ് നേരിട്ടാകും നടത്തുക. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.05 ഇന്ത്യൻ രൂപ, ഒരു $87.73 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.04 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് $1.35, ഒരു കനഡിയൻ ഡോളർ $63.33 ഇന്ത്യൻ രൂപ. ഇടവേള. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK നമ്പർ 02085484897. ഇന്ത്യൻ സെൽ നമ്പർ 918921120509 or please mail to info@anandtravel.com. Have a happy journey. ഇനി ഗൾഫ് വാർത്തകളിലേക്ക്. നീതിന്യായ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദുബൈ ജുഡീഷ്യൽ എക്സ്പെർട്ട് സെന്റർ സ്ഥാപിച്ചു. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള അംഗീകൃത നിയമവിദഗ്ധരെ കണ്ടെത്തുകയും എമിറേറ്റുകളിലെ കോടതികൾക്ക് കൈമാറുകയും ചെയ്യുക ജുഡീഷ്യൽ എക്സ്പെർട്ട് സെന്റർ ആയിരിക്കും. ഏകീകൃത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നിയമനം, മേൽനോട്ടം, പ്രകടന വിലയിരുത്തൽ എന്നിവ നടത്തുന്ന അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും നിയമവിദഗ്ധരെ ദുബൈ ജുഡീഷ്യൽ സെന്റർ കണ്ടെത്തുക. തിങ്കളാഴ്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബൈ ജുഡീഷ്യൽ എക്സ്പെർട്ട് സെന്റർ സ്ഥാപിക്കുന്ന നിയമത്തിന് അനുമതി നൽകി. ദുബൈ ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിലൂടെ അറിയിച്ച കാര്യം എമിറേറ്റിന്റെ നീതിന്യായ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാനമായ ചുവടുവയ്പായാണ് പുതിയ സംവിധാനത്തെ വിലയിരുത്തുന്നത്.
കോടതികളിൽ നിന്നുള്ള വിദഗ്ധ റിപ്പോർട്ടുകളുടെ കൃത്യത മെച്ചപ്പെടുത്തുക, കേസ് തീർപ്പാക്കുന്നതിന്റെ വേഗത വർദ്ധിപ്പിക്കുക, പ്രത്യേക മേഖലകളിൽ എമറാത്തി പ്രതിഭകളെ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം. ഉപഭോക്താക്കളെ പിന്തുണയ്ക്കുന്ന പുതിയ നിയമനിർമ്മാണങ്ങളുമായി റാസൽ ഖൈമ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് സെന്റർ റാക് ICC ആഗോളതലത്തിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഓഫ്ഷോർ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് റാക് ICC. ആസ്തി സംരക്ഷണം, ഭരണം, തർക്ക പരിഹാര സംവിധാനങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഫൗണ്ടേഷൻ റെഗുലേഷൻ 2019 ഭേദഗതികൾ വന്നിരിക്കുന്നത്. സമ്പദ്ഘടനയ്ക്കും ദീർഘകാല ആസ്തി സംരക്ഷണത്തിനും ഉതകുന്ന ഭേദഗതികൾ മത്സരാധിഷ്ഠിത അധികാര പരിധിയിൽ എന്ന നിലയിൽ UAE സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും റാക് ICC വൃത്തങ്ങൾ വ്യക്തമാക്കി. മനുഷ്യ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ ഏകീകൃത ആപ്പ് സേവനങ്ങളിൽ നിന്നും പ്രയോജനം സ്വീകരിച്ചവർ 50 ലക്ഷം കഴിഞ്ഞതായി സൗദി അറേബ്യൻ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിദിനം ആപ്പ് ഉപയോഗിക്കുന്നവരിൽ 1,30,000-ലധികമാണ്. ഏകീകൃത സ്മാർട്ട് ഡിവൈസ് ആപ്പ് വഴിയാണ് മന്ത്രാലയം ഡിജിറ്റൽ പരിവർത്തന യാത്ര ശക്തമാക്കിയത്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനും അവരുടെ സംതൃപ്തി വർദ്ധിപ്പിക്കാനുമുള്ള പ്രതിബദ്ധതയാണ് വേഗത്തിലും സൗകര്യത്തിലും മികച്ച സേവനങ്ങൾ നൽകുന്ന ഈ ആപ്പ് വഴി ലഭിക്കുന്നത്. ഇതുവരെ ആപ്ലിക്കേഷൻ മുഖാന്തരം 7 കോടിയിലധികം വൈവിധ്യമാർന്ന ഡിജിറ്റൽ കാർഡുകൾ നൽകി. കൂടാതെ മന്ത്രാലയത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധിപ്പിച്ച 52 സേവനങ്ങളും ഇതിലൂടെ ലഭ്യമാണ്. സമൂഹത്തിന്റെയും തൊഴിൽ വിപണിയെയും സർക്കാർ മേഖലയും ശക്തിപ്പെടുത്തുന്നതിൽ ഡിജിറ്റൽ പരിഹാരങ്ങൾ നിർവഹിക്കുന്ന പങ്കിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നു. ആപ്പ് ബിസിനസ് ഉടമകൾക്കും ജീവനക്കാർക്കും വേണ്ടി ഇലക്ട്രോണിക് കരാർ രേഖപ്പെടുത്തൽ, വേതന സംരക്ഷണ ഫയലുകൾ അപ്ലോഡ് ചെയ്യൽ, ഡിജിറ്റൽ വാലറ്റ് മുഖേന ശമ്പളം മറ്റും തുടങ്ങിയ ഏകീകൃത സംവിധാനങ്ങളും ഉറപ്പു നൽകുന്നുണ്ട്. ഇതോടൊപ്പം പ്രൊഫഷണൽ വിസകൾക്കുള്ള തൽക്ഷണ അപേക്ഷ, പ്രവാസി തൊഴിലാളി സേവനങ്ങൾ മാറ്റി നൽകൽ, തൊഴിൽ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കൽ, സേവനാവസാന കാൽക്കുലേറ്റർ എന്നിവയും ആപ്പിന്റെ ഭാഗമാണ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.